ഹരി ഓം. SPYSS NYC മലയാളം ഓൺലൈൻ പതിവായി നടത്തി വരുന്ന നാരായണീയ പഠനം ഇന്ന് 83-ാം ദശകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 93-ാമത്തെ ദിവസമാണ്. പൗണ്ഡ്രകവധവും വിവിധ വധവും എന്ന ദശകമാണ് ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഹരിദാസ് അണ്ണനാണ്. ചാൻഡിങ് ഗൈഡൻസ് ചന്ദ്രിക അക്കയാണ്. 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളുടെ റിപ്പീറ്റേഷൻ വിമല അക്കയും, 5 മുതൽ 7 വരെയുള്ള ശ്ലോകം രുക്മിണി അക്കയും, 8 മുതൽ 10 വരെയുള്ള ശ്ലോകം ദേവകി അക്കയുമാണ്. ഈ ശ്ലോകങ്ങളുടെ എല്ലാം വിശദീകരണം നടത്തുന്നത് രത്നവല്ലി അക്കയുമാണ്. ബേക്കപ്പായി സിന്ധു ആനന്ദ് അക്കയും ഉണ്ട്. എല്ലാവരെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ യോഗബന്ധുക്കളെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചെല്ലുന്നതിനായി ഹരിദാസ് അണ്ണനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഹരിയോം ഹരിദാസ് അണ്ണ. ഹരിയോ. നാരായണീയം ധ്യാന ശ്ലോകം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി അഗജാനന പത്മാർക്കം ഗജാനനം അഹർനിശം അനേകദന്താനാം ഏക ശ്രീമഹാഗണപതയേ നമഃ. മോക്ഷാപ്തിസാരമയ ഭഗവതാഖ്യാദത്നോ നാരായണീയവനീതം മഹോ ഗൃഹീത്വാ മായാമയ ഉത്പരിതപ്ത ജനായ യോഗാത് നാരായണ അവനിസുരായ നമസ്തു തസ്മൈ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീമഹാസരസ്വതേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് ചാൻഡിങ് ഗൈഡൻസ് ആണ്. ചാൻഡിങ് ഗൈഡൻസിനായി ചന്ദ്രിക അക്കയെ ക്ഷണിക്കുന്നു. റിപ്പീറ്റേഷനായി വിമല അക്ക, രുക്മിണി അക്ക, ദേവകി അക്ക എല്ലാവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. ഹരിയോം ചന്ദ്രിക അക്ക. ഹരിയോം ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ദശകം 83 നമ്മൾ ചൊല്ലുന്നത്. വസന്തതിലകം വൃത്തത്തിൽ രചിച്ചിട്ടുള്ള ഇതിലെ പ്രതിപാദ്യ വിഷയം പൗണ്ഡ്രകവധവും വിവിധ വധവുമാണ്. അതായത് ബാഹ്യമായ പ്രവൃത്തികൾ കൊണ്ട് ആരെയും സുകൃതിയെന്നോ പാപിയെന്നോ തീർച്ചപ്പെടുത്താൻ സാധ്യമല്ലെന്നും മാനസിക കർമ്മമാണ് പുണ്യപാപങ്ങൾക്ക് കാരണമെന്നും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണെന്നും കൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പൗണ്ഡ്രകനെ ഉദാഹരിച്ചുകൊണ്ട് ഇതിലൂടെ സമർത്ഥിക്കുന്നു. ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ആദ്യത്തെ ശ്ലോകം. രാമേ അഥ ഗോകുല ഗതേ പ്രമദാ പ്രസക്തേ ഭൂത അനുവേദ യമുനാ ദമനേ മദ അന്തേ സ്വൈരം സമാരമതി സേവക വാദ മൂഢഃ ദൂതം നയുക്ത തവ പൗണ്ഡ്രക വാസുദേവ. രാമേത ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേത യമുനാ ദമനേ മദാന്ധേ. രാമേത ഗോകുലഗതേ പ്രമദാ പ്രസക്തേ
ഭൂതാനുപേതയമുനാദമനേ മദാന്തേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം ന്യയുക്ത തവ പൗണ്ഡ്രക വാസുദേവഃ. സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം നിയുക്ത തവ പൗണ്ഡ്രക വാസുദേവ. രാമേഥ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേതയമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം ന്യയുക്ത തവ പൗണ്ഡ്രക വാസുദേവഃ. രാമേഥ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേതയമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം നിയുക്ത തവ പൗണ്ഡ്രക വാസുദേവഃ. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. നാരായണഃ അഹം അവതീർണ ഇഹ അസ്മി ഭൂമൗ തൽസേ കില ത്വമപി മാമക ലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം വ്രജമാം ഇതി ത്വാം ദൂതഃ ജഗാദ സകലൈഃ ഹസിത സഭായാം. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ തൽസേ കില ത്വമപി മാമക ലക്ഷണാനി. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൗമൗ തത്സേ കില ത്വമപി മാമക ലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലൈഃ ഹസിതഃ സഭായാം. ഉത്സൃജ്യതാന ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലൈർഹസിതഃ സഭായാം. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ തത്സേ കില ത്വമപി മാമക ലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലൈർഹസിതഃ സഭായാം. നാരായണോഹ അവതീർണ ഇഹാസ്മി ഭൗമൗ തത്സേ കില ത്വമപി മാമക ലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം വ്രജമാമിതം ത്വാം ദൂതോ ജഗാദ സകലൈർഹസിതഃ സഭായാം. അടുത്ത ശ്ലോകം നോക്കാം. ദൂതേ അഥ യാദവതി യാദവ സൈനികഃ ത്വം യാദഃ ദദർശിത വപു കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃത അംഗം അനൽപ മൂല്യ ശ്രീകൗസ്തുഭം മകര കുണ്ഡല പീതചേലം. ദൂതേധ യാദവതി യാദവ സൈനികൈസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം. ദൂതേഥ യാദവതി യാദവ സൈനികസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം. താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകര കുണ്ഡല പീതചേലം. താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകര കുണ്ഡല പീതചേലം. ദൂതേധ യാദവതി യാദവ സൈനികൈസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകര കുണ്ഡല പീതചേലം. ദൂതേത യാദവതി യാദവ സൈനികസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃതാംഗം അനൽപമൂല്യം ശ്രീകൗസ്തുഭം മകര കുണ്ഡല പീതചേലം. പദച്ഛേദം ശ്ലോകം 5 പദച്ഛേദം പറയാം. ജാള്യേന ബാലക ഗിര അപി കില അഹം ഏവ ശ്രീവാസുദേവ ഇതി രൂഢം അതിചിരം സഹ സായുജ്യം ഏവ ഭവത ഐക്യധിയ ഗതോ അഭൂത് കഹ നാമ
കസ്യ സുകൃതം കഥം ഇതി അവേയാത്. ശ്ലോകം ചൊല്ലാം. ജാള്യേന ബാലക ഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശിരം സഹ. ജാള്യേന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. സായുജ്യമേവ ഭവതൈക്യധിയാ ഗതോ ഭൂത് കോ നാമ കസ്യ സുഹൃദം കഥമിത്യവേയാത്. ജാള്യേന ബാലക ഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശിരം സഹ സായുജ്യമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. ജാള്യേന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സഹ സായുജ്യമേവ ഭവദൈക്യധിയാ ഗതോ ഭൂത് കോ നാമ കസ്യ സുഹൃദം കഥമിത്യവേയാത്. അടുത്ത പദച്ഛേദം പറയാം. കാശി ഈശ്വരസ്യ തനയോ അഥ സുദക്ഷിണാഖ്യ ശർവം പ്രപൂജ്യ ഭവതേ വിഹിത അഭിചാരഃ കൃത്യാനലം കമപി ബാണ രണ അതിഭീതൈഃ ഭൂതൈ കഥഞ്ജന വൃതൈഃ സമം അഭ്യമുഞ്ചത്. കാശീശ്വരസ്യ തനയോത സുദക്ഷിണാഖ്യഃ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാരഃ. കാശീശ്വരസ്യ തനയോദ സുദക്ഷിണാഖ്യഃ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാവിചാരഃ. കൃത്യാനലം കമപി ബാണരണാദിഭീതൈഃ ഭൂതൈ കഥഞ്ജന വൃതൈ സമമഭ്യമുഞ്ചത്. പ്രത്യാനലം കമവിബാണരണാദിഭീതൈഃ ഭൂതൈ കഥഞ്ജനവൃതൈ സമമഭ്യമുഞ്ചത്. കാശീശ്വരസ്യ തനയോഥ സുദക്ഷിണാഖ്യഃ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാരഃ കൃത്യാനലം കമപി ബാണരണാദിഭീതൈ ഭൂതൈ കഥഞ്ജന വൃതൈ സമമഭ്യമുഞ്ചത്. കാശീശ്വരസ്യ തനയോദ സുദക്ഷിണാഖ്യഃ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാവിചാരഃ പ്രത്യാനലം കമവിബാണരണാദിഭീതൈഃ ഭൂതൈ കഥഞ്ജനവൃതൈ സമമഭ്യമുഞ്ചത്. അടുത്തതിന്റെ പദച്ഛേദം നോക്കാം. താല പ്രമാണ ചരണാം അഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈ കഥിതഃ അപി പൗരൈഃ ദ്യൂതോത്സവേ കിമപി നോ ചലിതഃ വിഭോ ത്വം പാശ്വസ്തം ആശു വിസസർജിത കാലചക്രം. താലപ്രമാണ ചരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോപി പൗരൈഃ. കാലപ്രമാണ ചരണാമഖിലം ദഹന്തിം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോപി പൗരൈഃ. ദ്യൂതോത്സവേ കിമപി നോ ചലിതോ വിഭോ ത്വം പാർശ്വസ്തമാശു വിസസർജിത കാലചക്രം. വിദ്യോത്സവേ കിമപി നോ ചലിതോ വിഭോ ത്വം പാർശ്വസ്തമാശു വിസർജിത കാലചക്രം. താലപ്രമാണ ചരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോപി പൗരൈഃ. ദ്യൂതോത്സവേ കിമപി നോ ചലിതോ വിഭോ ത്വം പാർശ്വസ്തമാശു വിസസർജിത കാലചക്രം. കാലപ്രമാണ ചരണാമഖിലം ദഹന്തിം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോപി പൗരൈഃ. ദ്യൂതോത്സവേ കിമപി നോ ചലിതോ വിഭോ ത്വം പാർശ്വസ്തമാശു വിസർജിത കാലചക്രം. അടുത്തതിന്റെ പദച്ഛേദം നോക്കാം. അഭ്യാപതതി അമിത ധാംനി പവൻ മഹാസ്ത്രേ ഹ ഇതി വിദ്രുതവതി ഖലു ഘോരകൃത്യ രോഷാദ് സുദക്ഷിണം
अदक्षिण चेष्टितं तं पुप्लोष चक्रमपि काशीपुरी मथाक्षीद् अभ्यापदत्यमिदधाम्नि भवन्महास्रे हाहेति विद्रुतवती खलु घोरकृत्या अभ्यापदत्यमिदधाम्नि भवन्महास्त्रे हाहेति विद्रुतवती खलु घोरकृत्या रोषात् सुदक्षिणमदक्षिणचेष्टितं तं पुप्लोषचक्रमपि काशीपुरीमथाक्षीद् रोषासु दक्षिणमदक्षिणचेष्टितं तां पुप्लोष चक्रमपि काशीपुरीमथाक्षीत् अभ्यापदत्यमिदधाम्नि भवन्महास्त्रे हाहेति विद्रुतवती खलु घोरकृत्या रोषात् सुदक्षिणमदक्षिणचेष्टितं तं पुप्लोषचक्रमपि काशीपुरीमथाक्षीद् अभ्यापदत्यमिदधाम्नि भवन्महास्त्रे हाहेति विद्युतवती खलु घोरकृत्या रोषासु दक्षिणमदक्षिणचेष्टितं तं कुप्लोषचक्रमपि काशीपुरीमथाक्षीत् അടുത്ത ശ്ലോകത്തിന്റെ പദച്ഛേദം സഹ ഖലു വിവിധഃ രക്ഷഃ ഖാതേ കൃതോ ഉപകൃതി പുരാ തവ തു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗതഃ നരകസചിവോ ദേശക്ലേശം സൃജൻ നഗര അന്തികേ ഛടിതി ഹലിനാ യുധ്യൻ അഥാ പപാദ തലാഹതഃ സഖലു വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുരാ തവതു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗതഃ സഖലു വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുരാ തവ തു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗതാ നരകസജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ഛടിതി ഹലിനാ യുധ്യന്നഥാ പപാത തലാഹതഃ നരകസജീവോ ദേശക്ലേശം സജൻ നഗരാന്തികേ ഛടിതി ഹലിനാ യുദ്ധ്യാസന്നാ യുദ്ധാന പപാദതലാഹത സഖലു വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുരാ തവതു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗതഃ നരകസജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ഛടിതി ഹരിനാ യുധ്യന്നഥാ പപാത തലാഹതഃ സകല വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുരാ തവതു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗതാ നരകസജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ഛടിതി ഹരിനാ യുദ്ധാ സദ്ധാ പപാത തലാഹത അടുത്ത പദച്ഛേദം സാംബം കൗരവ്യ പുത്രി ഹരണ നിയമിതം സാന്ത്വന അർത്ഥി കുരുണാം യാതഃ തദ്വാക്യ രോഷോ ഹൃദ കരിനഗരോ മോചയാമാസ രാമഃ തേ ഘാത്യ പാണ്ഡവേയൈഃ ഇതി യദുപ്രദനാം നാമുചഃ ത്വം തദാനീം തം ത്വാം ദുർബോധ ലീലം പവനപുരപതേ താപശാന്ത്यै നിഷേവേ സാംബം കൗരവ്യപുത്രീ ഹരണ നിയമിതം സാന്ത്വനാർത്ഥി കുരുണാം യാതസ്തദ്വാക്യ രോഷോദ്ധൃതകരിനഗരോ മോചയാമാസ രാമഃ സാംബം കൗരവ്യപുത്രീ ഹരണ നിയമിതം സാന്ത്വനാർത്ഥി കുരുണാം യാതസ്തദ്വാക്യരോഷോദ്ധതകര കരിനഗരോ മോചയാമാസ രാമ തേ ഘാത്യ പാണ്ഡവേയൈരിതി യദുപൃതനാം നാമുചസ്ത്വം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപതേ താപശാന്ത്यै നിഷേവേ തേ ഘാത്യ പാണ്ഡവോയൈരിതി യജപുത്രനാം നാമുചസ്ത്വം തദാനീം
തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്ത്यै നിഷേവേ. സാംബം കൗരവ്യപുത്രീ ഹരണനിയമിതം സാന്ത്വനാർത്ഥീ കുരൂണാം യാതസ്തദ്വാക്യരോഷോ ഹൃതകരിനഗരോ മോചയാമാസ രാമഃ. തേ ഘാത്യാ പാണ്ഡവേയൈരിതി യദുപൃതനാം നാമുജസ്ത്വം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്ത്यै നിഷേവേ. അംബം കൗരവ്യപുത്രിഹരണനിയമിതം സാന്ത്വനാർത്ഥീ കുരൂണാം യാതസ്തദ്വക്രോഷോദ്യതകരിനഗരോ മോചയാമാസ രാമഃ. തേ ഖ്യാത്യാ പാണ്ഡവോയൈരിതി യജുപുത്രനാം നാമുചസ്ത്വം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്ത്यै നിഷേവേ. ഹരി ഓം. അടുത്തതായി എക്സ്പ്ലനേഷൻ ആണ്. അതിനായി രത്നവല്ലി അക്കയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹരി ഓം രത്നവല്ലി അക്ക. ഹരി ഓം. ഇന്നത്തെ ദശകം 83 പൗണ്ഡ്രവധവും വിവിധവധവും. അതില് ഈ ദശകത്തില് 10 ശ്ലോകങ്ങളാണുള്ളത്. ഈ 10 ശ്ലോകങ്ങളും നമ്മളിപ്പോ പാരായണം ചെയ്ത് കേട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ വ്യാഖ്യാനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തില് പൗണ്ഡ്രവധവും വിവിധവധവും കൂടാതെ ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ 2 വരിയിൽ ബലരാമൻ ഗോകുലത്തിൽ പോയ വിശേഷം കൂടെ പറയുന്നുണ്ട്. അപ്പോ ശ്രീകൃഷ്ണനും ബലരാമനും അമ്പാടിയിൽ ആണ് ആദ്യം താമസിച്ചത്. ശ്രീകൃഷ്ണന്റെ 11 വയസ്സ് വരെ അമ്പാടിയിൽ താമസിച്ചു. അതിനുശേഷം കംസൻ ധനുർയാഗം നടത്തുമ്പോൾ അക്രൂരനെ പറഞ്ഞയച്ച് കൃഷ്ണനെ മധുരയിലേക്ക് വിളിപ്പിച്ചു. അപ്പോ കൃഷ്ണനും ബലരാമനും നന്ദഗോപരും കുറെ ഗോപന്മാരും കൂടെ മധുരയിലേക്ക് പോയി. അങ്ങനെ മധുരയിൽ കുറെ കാലം താമസിച്ചു. അങ്ങനെ കംസവധമൊക്കെ നടത്തി. അപ്പൊ കംസവധം നടത്തിയത് കാരണം ജരാസന്ധന് ഭഗവാനുമായിട്ട് വിരോധം വന്നു. അങ്ങനെ ജരാസന്ധൻ ഭഗവാനുമായിട്ട് 17 പ്രാവശ്യം യുദ്ധത്തിനായിക്കൊണ്ട് വന്നു. 17 പ്രാവശ്യവും ജരാസന്ധൻ യുദ്ധത്തിൽ തോറ്റ് ഓടുകയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ജരാസന്ധൻ യുദ്ധം മതിയാക്കുന്നില്ല. 18ാമത്തെ പ്രാവശ്യവും ജരാസന്ധൻ ഭഗവാനോട് യുദ്ധത്തിനായിക്കൊണ്ട് വന്നു. പക്ഷെ ഭഗവാനെ ജരാസന്ധനുമായി വീണ്ടും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ജരാസന്ധന്റെ മരണം ഭഗവാന്റെ കൈകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഭഗവാന് ജരാസന്ധനുമായുള്ള യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഭഗവാൻ അതിനൊരു പോംവഴി കണ്ടെത്തിയത് മധുരാ നിവാസികളെ മുഴുവനും കൂട്ടിക്കൊണ്ട് ദ്വാരകയിലേക്ക് പോയി. വിശ്വകർമാവിനെ കൊണ്ട് കടലിന്റെ മധ്യത്തിലായി ദ്വാരക പണിയിച്ച് എല്ലാവരും കൂടെ ദ്വാരകയിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ദ്വാരകയിൽ നിന്നാണ് ബലഭദ്രര് പിന്നീട് അമ്പാടിയിലേക്ക് വരുന്നത്. അപ്പൊ ബലഭദ്രരുടെ അമ്പാടിയിലേക്കുള്ള വരവ് നന്ദഗോപരെയും യശോദയെയും വളരെയധികം സന്തോഷിപ്പിച്ചു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കുറെ കാലമായി കൃഷ്ണൻ അമ്പാടിയിൽ നിന്ന് പോയിട്ട്. അപ്പോ കൃഷ്ണന്റെ തിരിച്ചു വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നന്ദഗോപരും യശോദയും. അപ്പൊ കൃഷ്ണനോ വരുന്നില്ല. എന്നാൽ ബലഭദ്രരെങ്ങും വന്നല്ലോ എന്നുള്ള മനസ്സിന്റെ സന്തോഷമാണ് ബലഭദ്രർ വന്നപ്പോ അവര് കൂടുതൽ സന്തോഷവാന്മാരായി തീരുവാനുള്ള കാരണം. മാത്രമല്ല ഗോപന്മാരും ഗോപികളും വളരെ സന്തോഷത്തിലായിരുന്നു. ഗോപികൾ ആദ്യം കുറച്ച് പരിഭവമൊക്കെ കാണിച്ചു. കാരണം ഇത് തന്നെയാണ്, കൃഷ്ണൻ വന്നില്ലല്ലോ എന്നുള്ള അവരുടെ വ്യസനം കാരണം ആദ്യം കുറച്ച് പരിഭവമൊക്കെ കാണിച്ചെങ്കിലും ബലഭദ്രരെ കുറച്ച് ദിവസങ്ങൾ അമ്പാടിയിൽ താമസിച്ചപ്പോ ആ പരിഭവങ്ങളൊക്കെ മാറ്റിവെച്ച് അവരും ബലഭദ്രരോടുകൂടെ സന്തോഷമായി ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബലഭദ്രർ ഗോപികമാരോടൊത്ത് യമുനയിൽ ജലക്രീഡ ചെയ്യാൻ തീരുമാനിച്ചു.
ആ സമയത്ത് വരുണൻ വാരുണി ദേവിയെ കൊണ്ട് ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്നും മദ്യം ഒഴുക്കിക്കൊണ്ടേയിരുന്നു. ഈ മദ്യം നല്ല പോലെ കഴിച്ച് ബലഭദ്രർ മദോന്മത്തനായി. ഈ മദോന്മത്തനായ ബലഭദ്രർ ഗോപികമാരുമായി യമുനയിൽ കളിക്കാൻ വേണ്ടി യമുനയെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. പക്ഷേ ഈ മദോന്മത്തനായ ബലഭദ്രരെ കണ്ടിട്ട് കാളിന്തിക്ക് വ്യസനം ഉണ്ടാവുകയും കാളിന്തി അടുത്തേക്ക് വരാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇത് ബലഭദ്രരെ പ്രകോപിതനാക്കി. ബലഭദ്രർ ഇതിനുള്ള ഒരു ശിക്ഷ എന്നോണം യമുനയെ തന്റെ കലപ്പ കൊണ്ട് തന്റെ അടുക്കലേക്ക് പിടിച്ചു വലിച്ചു. അപ്പോ യമുന ഭയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു രൂപം പൂണ്ട് ബലഭദ്രയുടെ അടുക്കൽ വന്ന് എത്ര സമയം വേണമെങ്കിലും യമുനയിൽ രമിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ. അപ്പോ ഈ ബലഭദ്രർ കലപ്പ കൊണ്ട് വലിച്ച ആ ഒരു അടയാളം, അതായത് യമുന ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരാൾ പിടിച്ചു വലിച്ചതുപോലെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കൈവഴിയായിട്ട് വളരെ ദൂരത്തോളം ഒഴുകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വൃന്ദാവനത്ത് പോയാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നടന്നത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ 2 വരിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ വരി മുതലാണ് പൗണ്ഡ്രകവന്റെ വിശേഷങ്ങൾ തുടങ്ങുന്നത്. ഈ പൗണ്ഡ്രകൻ കാശി രാജ്യത്തിന്റെ അയൽരാജ്യമായ കരുഷത്തിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ സേവകന്മാർ എപ്പോഴും അദ്ദേഹത്തോട് പറയുമായിരുന്നു, നിങ്ങളാണ് മഹാവിഷ്ണുവിന്റെ യഥാർത്ഥ അവതാരമെന്ന്. ഇത് കേട്ട് ബുദ്ധിശൂന്യനായ ഈ പൗണ്ഡ്രകൻ അത് സ്വയം വിശ്വസിച്ചു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഭഗവാനെ പറ്റി ഈ പൗണ്ഡ്രകൻ കേൾക്കുന്നുണ്ടല്ലോ, തന്റെ അടയാളങ്ങളൊക്കെ ധരിച്ച മറ്റൊരാളും ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ട് ഈ പൗണ്ഡ്രകൻ ഒരു ദൂതന്റെ കൈവശം ഭഗവാന് ഒരു സന്ദേശം കൊടുത്തയക്കുന്നു. അതാണ് അടുത്ത 2 വരിയിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താണ്? ഈ പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് വിളിക്കുന്ന അയാള്. പൗണ്ഡ്രക വാസുദേവൻ ആണ് ഈ സന്ദേശത്തിൽ എഴുതി അയച്ചത് എന്നാണ് ഈ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, അയാള് ഭഗവാനോട് കൊടുത്ത സന്ദേശമാണ്, ഈ ഭൂമിയിൽ അവതരിച്ച ഞാനാണ് എന്ന് പറഞ്ഞാൽ പൗണ്ഡ്രകനാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് നാരായണന്റെ യഥാർത്ഥ അവതാരം. നിങ്ങള് എന്റെ അടയാളങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ വാസുദേവനായി ചമഞ്ഞു നടക്കുകയാണ്. കുറെ ആളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഞാനാണ് വാസുദേവൻ എന്ന രീതിയിൽ നടക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇതെല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചുകൊള്ളൂ എന്നാണ് ഈ സന്ദേശത്തിൽ എഴുതിയത്. ഞാനാണ് യഥാർത്ഥ വാസുദേവൻ. അപ്പോ ഈ സന്ദേശം സഭയിൽ വായിച്ചപ്പോഴേ സഭയിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എങ്കിലും ഈ ദൂതൻ മുഴുവനായും ഈ സന്ദേശം അവിടെ വായിച്ചു. അതാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഈ സന്ദേശം വായിച്ചു കേട്ടപ്പോ ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ്. ഭഗവാൻ എന്താണ് ചെയ്തത്? ഈ ദൂതൻ തിരിച്ചു പോയപ്പോൾ ഭഗവാൻ ഈ സന്ദേശം അയച്ച ആളെ ഒന്ന് നേരിൽ കാണണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറെ യാദവ സൈന്യത്തോടുകൂടി ഈ പൗണ്ഡ്രകന്റെ രാജ്യമായ കരുഷത്തിലേക്ക് പുറപ്പെട്ടു. അപ്പൊ അവിടെ ചെന്ന് എന്താണ് കാണുന്നത്? ഭഗവാന്റെ എല്ലാ അടയാളങ്ങളും കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് ഈ പൗണ്ഡ്രകൻ അവിടെ അങ്ങനെ വാസുദേവനാണെന്ന മട്ടിൽ വിരാജിക്കുകയാണ്. അതായത് ചുട്ടുപഴുത്ത കാരിരുമ്പുകൾ
മാറിടത്തിൽ പോയിച്ച് ഭഗവാന്റെ അടയാളമായ ശ്രീവത്സം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല നല്ല വിലപിടിച്ച ഒരു രത്നം മകരകുണ്ടലം എന്ന വ്യാജേന കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. കൂടാതെ മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള 2 കുണ്ഡലങ്ങൾ കാതിൽ ധരിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. കൂടാതെ കൃത്രിമമായി 2 കൈകൾ ഉണ്ടാക്കിയിട്ട് 4 കൈകളും ഉള്ള ഒരു ശരീരമാണ് ഭഗവാൻ അവിടെ എത്തിയപ്പോ കാണുന്നത് ഇയാൾക്ക്, ഈ പൗണ്ഡ്രകൻ. ഇത് കണ്ടപ്പോ ഭഗവാനോട് പൊട്ടിച്ചിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോ ഞാനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ പൗണ്ഡ്രകൻ. അങ്ങനെ ഭഗവാന്റെ എല്ലാ അടയാളങ്ങളും കൃത്രിമമായി ഉണ്ടാക്കി അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. ഭഗവാൻ എന്നാൽ യഥാർത്ഥമല്ല, യഥാർത്ഥ വാസുദേവനല്ല എന്ന് മൂപ്പര് വിശ്വസിക്കുന്നു. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകത്തില് അവിടെ ചെന്ന് കർഷം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എന്താണ് ഉണ്ടായത് എന്നാണ്. ഭഗവാൻ പൊട്ടിച്ചിരിച്ചു. അപ്പൊ പൊട്ടിച്ചിരിച്ചപ്പോ തന്നെ ഈ പൗണ്ഡ്രകന് ആർക്കായാലും ദേഷ്യം വരുമല്ലോ. പ്രത്യേകിച്ച് ഇയാള് ഞാനാണ് യഥാർത്ഥ വാസുദേവൻ എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടായത്? പൗണ്ഡ്രകന് ഒരു സുദർശന ചക്രമുണ്ട്. ഭഗവാന്റെ അതേപോലത്തെ ഒരു സുദർശന ചക്രം പൗണ്ഡ്രകന്റെ വശവും ഉണ്ട്. ഈ സുദർശന ചക്രവും ഭഗവാന്റെ ചക്രത്തെ പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. കാരിരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു സുദർശന ചക്രാണ്. അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ചക്രം, പൗണ്ഡ്രകന്റെ സുദർശന ചക്രം പൗണ്ഡ്രകൻ ഭഗവാന്റെ നേർക്ക് എറിഞ്ഞു. അപ്പൊ പിന്നെ എന്താ സംഭവിക്കുക? ഒരു നിമിഷം പോലും കളയാതെ ഭഗവാനും ഭഗവാന്റെ കാലാഗ്നി ജ്വാലകൾ പൊഴിക്കുന്ന സുദർശന ചക്രം കൊണ്ട് സുദർശന ചക്രം ഈ പൗണ്ഡ്രകന്റെ നേരെ തൊടുത്തുവിട്ടു. ഭഗവാന്റെ സുദർശന ചക്രം പോയാൽ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കുന്നത്. പൗണ്ഡ്രകന്റെ തല സുദർശന ചക്രം കൊണ്ടുപോയി. മാത്രമല്ല ഈ പൗണ്ഡ്രകന്റെ സഹായിയായി അയൽരാജ്യത്തെ, അതായത് കാശി രാജ്യത്തിലെ രാജാവും അവിടെ ഉണ്ടായിരുന്നു. കാശി രാജ്യത്തിലെ രാജാവിന്റെ തലയും ഭഗവാന്റെ ശരങ്ങൾ കൊണ്ട് തെറിപ്പിച്ച് കാശി രാജ്യത്ത് എത്തിച്ചു അത്രേ. അപ്പോ പൗണ്ഡ്രകന്റെ കഥയും കഴിഞ്ഞു, സുഹൃത്തായ കാശി രാജാവിന്റെ കഥയും കഴിഞ്ഞു. അതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകത്തില് നമ്മളോട് എന്താ പറയുന്നത്? ഭട്ടതിരിപ്പാട് ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ടാണ് ഈ പൗണ്ഡ്രക വാസുദേവൻ എന്ന് വിളിക്കുന്ന ആളുടെ മൃത്യു ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ തന്നെ സായുജ്യം കിട്ടുന്നുള്ളത് തീർച്ചയാണ്. അതേപോലെ തന്നെ ഈ പൗണ്ഡ്രകന്റെ വധം മൃത്യു നടന്ന് പൗണ്ഡ്രകന് സായുജ്യം ലഭിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പൗണ്ഡ്രകന് സായുജ്യം ലഭിച്ചത് എന്ന് നമുക്ക് ഏവർക്കും തോന്നും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഭഗവാനെ പരിഹസിച്ചും കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഈ പൗണ്ഡ്രകൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് സായുജ്യം ലഭിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിൽ തോന്നും. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഒരാളെ പുണ്യം ചെയ്യുന്ന ആളാണോ പാപിയാണോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ബാഹ്യമായ പ്രവൃത്തി കൊണ്ടല്ല എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതൊരു വ്യക്തിയുടെയും ബാഹ്യമായ പ്രവൃത്തി കൊണ്ട് അയാൾ പുണ്യവാനാണോ പാപിയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. അയാളുടെ മാനസിക വ്യാപാരമാണ് പുണ്യം ചെയ്യുന്ന ആളാണോ പാപിയാണോ എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനം. ഈ പൗണ്ഡ്രകൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പൗണ്ഡ്രകന്റെ സഹപാഠികൾ എന്തു പറയുമായിരുന്നു? നിങ്ങളാണ് ഈ മഹാവിഷ്ണുവിന്റെ യഥാർത്ഥ അവതാരം എന്ന് പറയുമായിരുന്നു. അപ്പോ ഇത് ബുദ്ധിശൂന്യനായ ഈ പൗണ്ഡ്രകൻ ഇത് കേട്ട് ഇത് വിശ്വസിച്ചു, സ്വയം വിശ്വസിച്ചു. ഞാൻ തന്നെയാണ് വിഷ്ണുവിന്റെ യഥാർത്ഥ അവതാരം വാസുദേവൻ എന്നും
നാരായണന്റെ അവതാരം ഞാൻ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളാണ് ഈ പൗണ്ഡ്രകൻ. അതുകൊണ്ട് തന്നെ പൗണ്ഡ്രകൻ ഭഗവാനെയല്ല യഥാർത്ഥ ഭഗവാനായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഭഗവാനെ തന്നെയാണ് മനസ്സിൽ കാണുന്നത്. ഞാനാണ് ഭഗവാൻ എന്ന് വിശ്വസിക്കുന്നു എങ്കിലും ഭഗവാനെയാണ് ഏത് നിമിഷവും അയാള് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഭഗവാനോട് ഐക്യരൂപ്യം ആണ് ഇയാൾക്ക് ഏത് സമയം ഉള്ളത്. അപ്പൊ ഭഗവാനോടുള്ള ഐക്യരൂപ്യം അല്ലെങ്കിൽ മനസ്സിന്റെ ഐക്യരൂപ്യം, പൗണ്ഡ്രകന്റെ മനസ്സിന്റെ ഐക്യരൂപ്യമാണ് പൗണ്ഡ്രകൻ ഇവിടെ സായുജ്യം നേടുവാനുള്ള കാരണം. അപ്പോ ഭട്ടതിരിപ്പാട് നമ്മളോടായി പറയാണ്, നമ്മളൊക്കെ ഈ മായാ ലോകത്തില് പെട്ട് ജീവിക്കുന്നവരാണ്. നമ്മള് ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിലിങ്ങനെ സന്തോഷിക്കുന്നു, അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് എല്ലായ്പ്പോഴും പറയുന്നുണ്ട്. നമ്മളുടെ സ്വധർമ്മം അനുഷ്ഠിച്ചേ തീരൂ. പക്ഷേ ഈ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഇതൊക്കെ ഒന്നും നമ്മളുടെ കഴിവല്ല, ഇത് ഭഗവാന്റെ ഒരു ലീലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് സമയവും ഭഗവാനിൽ തന്നെ മനസ്സ് കൊണ്ടുവരണം. ഭഗവാനോട് അടുത്ത് ജീവിക്കുക, ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക, ഭഗവാനെ തന്നെ എപ്പോഴും മനസ്സ് ചിന്തിക്കുക. ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും തന്നെ മുക്തി നേടാൻ അല്ലെങ്കിൽ സായുജ്യം നേടാൻ സാധിക്കും എന്നാണ് ഭട്ടതിരിപ്പാട് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നത്. അത് ഇന്നേ രീതിയിൽ വേണമെന്നൊന്നും ഇല്ല എന്നാണ് നമ്മള് ഈ പഠിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഭക്തി കൊണ്ട് ഭഗവാനോട് അടുക്കാം, പ്രേമം കൊണ്ട് ഭഗവാനോട് അടുക്കാം, ഗോപികമാരെ പോലെ. ഭയം കൊണ്ട് ഭഗവാനോട് അടുക്കുന്നു. കംസനൊക്കെ ഭയായിരുന്നു ശരിക്കു പറഞ്ഞാൽ. ഒരു ദിവസം കംസനെ കൊല്ലുമെന്ന് അശരീരി കേട്ടത് മുതൽ കംസന് ഭഗവാനെ ഭയാണ്. ഈ ഭയം നിമിത്തം എപ്പോഴും ഭഗവാനെ തന്നെ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തിയാണ് കംസൻ. പക്ഷെ എങ്കിലും കംസനും എന്ത് കിട്ടി? മോക്ഷം കിട്ടി. അതേപോലെ തന്നെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഇവർക്കൊക്കെ ഭഗവാനോട് ഒരു വിരോധഭാവമാണ്. എങ്കിലും ഏത് സമയം ആ ഒരു വിരോധഭാവത്തോടു കൂടി അവർ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് വെക്കുകയാണ്. എപ്പോഴും അവരെ മനസ്സിൽ ഭഗവാനുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്കും മോക്ഷം കിട്ടി. അങ്ങനെ അപ്പൊ നമുക്കും അതേപോലെ തന്നെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ ഭഗവാനോടുള്ള ആ ഭക്തി അല്ലെ ഭഗവാനോടുള്ള ഒരു മനസ്സിന്റെ ഐക്യം ഏത് സമയവും നമ്മളെ മനസ്സിൽ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കും മോക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഭട്ടതിരിപ്പാട് നമുക്ക് ഈ ശ്ലോകത്തെ കൂടി പറഞ്ഞു തരുന്നത്. ഇപ്പൊ അല്ലാതെ പല രീതികളും ഉണ്ട്. അഷ്ടാംഗ യോഗം ഇതൊക്കെ നടത്തിയിട്ടൊന്നും എന്നെ പോലെയുള്ള ആൾക്കാർക്കൊന്നും മോക്ഷം കിട്ടുമെന്ന് ഇല്ല എന്നുള്ള ഉറപ്പാ. പിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ ഭഗവാനോട് ഐക്യരൂപം പ്രാപിച്ചുകൊണ്ട് ഭഗവാൻ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാം ഭഗവാനിന്റെ ഒരു മായയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏത് രീതിയിലും നമുക്ക് ഇന്നേപോലെ ഭഗവാനെ മനസ്സിൽ കാണണമെന്നില്ല. ഏത് രീതിയിലായാലും നമുക്ക് ഭഗവാനോട് അടുക്കാൻ സാധിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും എന്ന് തന്നെയാണ് ഈ ഒരു ശ്ലോകത്തിൽ കൂടി ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനൊരു ചെറിയ ഉദാഹരണം, ഇതിനോട് ശരിയായ ഉദാഹരണമൊന്നല്ല, വിറകും തീയും നമ്മൾ നോക്കിയാൽ മതി. വിറക് നമ്മൾ തീയിൽ അടുക്കി വെച്ചാൽ വിറക് കത്തും. ഒരു വിറക് കയ്യിൽ നിന്ന് തീയിലേക്ക് വീണുപോയാലും ആ വിറക് കത്തും. അതേപോലെ ഭഗവാനോട് അടുക്കുന്ന രീതി ഏതായാലും പ്രശ്നമല്ല, ഭഗവാനോട് അടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പൊ അങ്ങനെ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്കും മോക്ഷം കിട്ടും എന്നാണ് ഭട്ടതിരിപ്പാട് നമ്മളോട് ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തില് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, കാശി രാജാവിന്റെ തല ഭഗവാൻ ശരങ്ങൾ കൊണ്ട് അറുത്തിട്ട് കാശി രാജ്യത്തേക്ക് തെറിപ്പിച്ചു. അപ്പൊ ഇതിന്റെ ഒരു വിരോധം കാശി പുത്രനായ സുദക്ഷിണന് ഉണ്ടായി. അപ്പൊ അവനവന്റെ അച്ഛനെ വധിച്ച സ്വാഭാവികമായിട്ടും വിരോധം ഉണ്ടാവുമല്ലോ. അതുപോലെ സുദക്ഷിണനും ഭഗവാനോട് വിരോധം ഉണ്ടാവുകയും ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ നിഗ്രഹിക്കണം എന്നുള്ള ഒരു ചിന്ത ഈ സുദക്ഷിണന്റെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോ അതിനുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഒരുക്കം അതാണ് ഈ 6ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. അപ്പൊ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ സുദക്ഷിണൻ
കാശി വിശ്വനാഥനെ സേവിച്ച് സന്തോഷിപ്പിച്ചു. കാശി രാജ്യത്താണല്ലോ, അപ്പൊ കാശി വിശ്വനാഥനെ സേവിച്ച് സന്തോഷിപ്പിച്ചു. അപ്പോ ആ പരമേശ്വരന്റെ ഉപദേശപ്രകാരം ആഭിചാര കർമ്മമായി ഒരു ഹോമം നടത്തി. ആ ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു കത്തിക്കാളുന്ന അഗ്നിയുടെ രൂപത്തിലുള്ള ഒരു ദുർമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ഈ ദുർമൂർത്തിയുടെ പേരാണ് കൃത്യ. ഈ കൃത്യയെ കൊണ്ട് ഭഗവാനെ നിഗ്രഹിക്കണം എന്നാണ് ഈ സുദക്ഷിണൻ പദ്ധതിയിട്ടത്. അപ്പോ അതിന് കൃത്യയുടെ കൂടെ ശിവഭൂതങ്ങളെയും കൂടെ അയക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഈ ശിവഭൂതങ്ങൾ ആദ്യം കൃത്യയുടെ കൂടെ പോകാൻ വിസമ്മതിച്ചു. കാരണം എന്താന്ന് പറഞ്ഞാൽ ബാണയുദ്ധത്തിൽ ശിവഭൂതങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ശിവഭൂതങ്ങള് അവിടെ നിന്ന് തോറ്റോടിയതാണ്. ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് ശിവഭൂതങ്ങൾ ആദ്യം കൃത്യയോടുകൂടി പോകാൻ വേണ്ടി വിസമ്മതിച്ചു. പക്ഷെ സമ്മർദ്ദം കാരണം, എന്ത് കാര്യവും അങ്ങനെയാണല്ലോ, നമ്മൾ വേണ്ടാന്ന് വെച്ചാലും സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ അതിന് വഴങ്ങും. അതേപോലെ ഈ ശിവഭൂതങ്ങളും സമ്മർദ്ദം വന്നപ്പോഴേ ഈ കൃത്യയോടുകൂടി ഭഗവാനെ നിഗ്രഹിക്കുവാനുള്ള ഒരുക്കത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 7ാമത്തെ ശ്ലോകം. 7ാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ കൃത്യ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഈ കൃത്യ എന്ന് പറഞ്ഞാൽ കരിമ്പനയുടെ വലിപ്പമുള്ള കാലുകളുള്ളതും ഇപ്പൊ നമ്മൾ പറഞ്ഞു കത്തിക്കാളുന്ന അഗ്നിയുടെ ജ്വാലയോട് കൂടിയുമായ ഒരു ദുർമൂർത്തിയാണെന്ന്. അപ്പോ ഈ കൃത്യ ഭഗവാനെ കൊല്ലാൻ വേണ്ടി അവിടെ ഭഗവാന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജനങ്ങള് ഈ കൃത്യയെ കണ്ട് പേടിച്ചു. കാരണം ഇതിപ്പോ മുഴുവൻ ചുട്ടരിക്കും, അങ്ങനെ അഗ്നിജ്വാലയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടനെ ഭഗവാന്റെ അടുത്തേക്ക് പോയി വിവരം അറിയിച്ചു. ഭഗവാൻ അപ്പോഴും ചൂത് കളിക്കുകയായിരുന്നു. അപ്പൊ ആദ്യം കേട്ടപ്പോ ഭഗവാൻ ഒന്നും കൂസിയില്ല എന്നാ പറയുന്നത്, തെല്ലും ഇളകാതെ അവിടെ ഇരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തുള്ള സുദർശന ചക്രം കൃത്യയുടെ നേർക്ക് അയച്ചു. അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ കാലചക്രത്തെ ഈ സുദർശന ചക്രത്തെ ഭട്ടതിരിപ്പാട് കാലചക്രവുമായി ഉപമിക്കുന്നു. അതായത് കൊല്ലത്തിൽ 12 മാസവും 365 ദിവസവും എപ്പോഴും തിരിഞ്ഞുകൊണ്ടും ഇരിക്കുന്ന കാലചക്രത്തെ തന്നെയാണ് മഹർഷിമാർ 12 അഴികളും 365 പല്ലുകളുമുള്ള ഭഗവാന്റെ സുദർശന ചക്രമാക്കി കൽപ്പിച്ചിട്ടുള്ളത് എന്ന് മേൽപ്പത്തൂർ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം 8ാമത്തെ ശ്ലോകം. 8ാമത്തെ ശ്ലോകത്തില് ഈ സുദർശന ചക്രം കൃത്യയുടെ നേർക്ക് അയച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ഈ അളവറ്റ ഭയങ്കര തേജസ്സാണ് ഈ സുദർശന ചക്രത്തിന്. ഈ സുദർശന ചക്രം കൃത്യയുടെ നേരെ പാഞ്ഞു ചെന്നപ്പോൾ കൃത്യ അയ്യയ്യോ ഇത് കണ്ട് പേടിച്ചു പോയിട്ട് അയ്യയ്യോ എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് എന്താ ഇനി ചെയ്യേണ്ടെന്നുള്ള മനസ്സിലാവാതെ അവസാനം എന്തു ചെയ്തു, എന്നെ ഇങ്ങോട്ട് അയച്ച ഈ ദുഷ്ടനായ സുദക്ഷിണനാണല്ലോ, അപ്പോ അവനോടായി പക. കാരണം ഇപ്പൊ എന്റെ കഥ കഴിയുമെന്ന് ഈ സുദർശന ചക്രം വരുമ്പോ കൃത്യക്ക് തോന്നി. അപ്പൊ കൃത്യ എന്ത് ചെയ്തു, പേടിച്ച് തിരിഞ്ഞോടിയത് എവിടത്തേക്കാ, സുദക്ഷിണന്റെ അടുത്തേക്കാണ് തിരിഞ്ഞോടിയത്. അപ്പോ ദുഷ്ടനാണ്, അവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള ഒരു ചിന്ത വന്നപ്പോ നേരെ സുദക്ഷിണന്റെ അടുത്തേക്ക് തിരിഞ്ഞോടി സുദക്ഷിണനെ ദഹിപ്പിച്ചു. കാരണം അഗ്നിജ്വാല ഒക്കെ ആണല്ലോ മൂപ്പറ ശരീരത്തിലുള്ള. അപ്പോ ഈ സുദക്ഷിണനെ ദഹിപ്പിച്ചു. ഭഗവാൻ അയച്ച സുദർശന ചക്രം പോയി കാശി രാജ്യത്തെയും ദഹിപ്പിച്ചു. അങ്ങനെ ഇവിടെ പൗണ്ഡ്രക വധവും കഴിഞ്ഞു, കാശി രാജാവിന്റെ വധവും കഴിഞ്ഞു, മകൻ സുദക്ഷിണന്റെ വധവും കഴിഞ്ഞു, കാശി രാജധാനിയും നശിപ്പിച്ചു. ഇതാണ് 8ാമത്തെ ശ്ലോകം. അതോടെ അവിടെ പൗണ്ഡ്രക വധം കഴിഞ്ഞു. ഇനി 9ാമത്തെ ശ്ലോകത്തില് വിവിധ വധാണ് പറയുന്നത്. ഈ വിവിധൻ എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. ത്രേതായുഗത്തിൽ ജീവിച്ച ആളാണ്. ത്രേതായുഗത്തിൽ സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു വിവിധൻ. അപ്പോ അന്ന് നല്ലൊരു ആളായിരുന്നു, നല്ല ഒരാൾ എന്ന് പറഞ്ഞാൽ കവിയാണ്. അങ്ങനെ ആ സമയത്ത് ശ്രീരാമനെ ഈ രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം സഹായിച്ച വ്യക്തിയാണ് ഈ വിവിധൻ. അപ്പോ ഭഗവാൻ സരയൂ നദിയിലേക്ക് പോകുമ്പോ ഭഗവാൻ എല്ലാരോടും പറഞ്ഞു എന്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ബാക്കിയുള്ളവരൊക്കെ ഭഗവാന്റെ കൂടെ സരയൂ നദിയിലേക്ക് ഭഗവാനോടൊപ്പം പോയി. ഈ വിവിധൻ
പോയില്ല, അവിടെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വിവിധൻ എന്ത് വിചാരിച്ചു, എന്താണ് നടക്കുന്നതെന്ന് കാണണം എനിക്ക് എന്ന് വിചാരിച്ച് അവിടെ കരയിൽ തന്നെ നിന്നു. ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പൊ ബാക്കിയുള്ളവർക്ക് ശ്രീരാമന്റെ കൂടെ പോയത് കൊണ്ട് മോക്ഷവും കിട്ടി. വിവിധൻ അവിടെ തന്നെയായി. പിന്നെ അങ്ങനെ വിവിധൻ തുടർന്ന് ജീവിച്ച് പിന്നെ ദ്വാപരയുഗം വരെ എത്തി. ദ്വാപരയുഗത്തിൽ പിന്നെ ഒരു ദുഷ്ടനായിരുന്നു ഈ പിന്നെ ഇയാള് ആരെ, വിവിധൻ. പിന്നെ അവിടെ നരകാസുരന്റെ മന്ത്രിയായിരുന്നു വിവിധൻ. നരകാസുരന്റെ മന്ത്രിയായി ഒരു ദുഷ്ടനായിട്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദ്വാപരയുഗം വന്നപ്പോഴിയാള്. അതിന് കാരണം പറയുന്നത് ഭഗവാന്റെ അംശാവതാരമായ പിന്നെ ബലഭദ്രരുടെ കൈകൊണ്ട് മരിച്ച് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ദുഷ്ടനായത് എന്ന് പറയുന്നു. പക്ഷെ അയാളെ ജോലി എന്താന്ന് പറഞ്ഞാൽ കാണുന്നവരെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഈ പിന്നെ ബലഭദ്രര് ദ്വാരകയുടെ സമീപത്തുള്ള രൈവതക പർവ്വതത്തിൽ കുറെ ഇങ്ങനെ വിനോദിച്ചിരിക്കാൻ വേണ്ടി വന്ന സമയമായിരുന്നു. ആ സമയത്ത് ഈ വിവിധൻ അവിടെ പോയി പല ഉപദ്രവവും ചെയ്തു എന്നാണ് പറയുന്നത് ബലഭദ്രക്ക്. അപ്പൊ ബലഭദ്രക്ക് ദേഷ്യം വന്ന് ബലഭദ്ര എന്ത് ചെയ്തു, തന്റെ പിന്നെ കൈപ്പടം നിവർത്തി വിവിധനെ അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ബലഭദ്രനാൽ വിവിധ വധം അവിടെ നടന്നു. അതാണ് 9ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി 10ാമത്തെ ശ്ലോകത്തില് ലക്ഷണ സ്വയംവര കഥ, അതായത് ദശമം 67ാമത്തെ അധ്യായത്തിലെ കഥയാണ് ഈ ലക്ഷണ സ്വയംവര കഥ. അത് ഇവിടെ വളരെ ചുരുക്കി ഒരു ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ഈ ലക്ഷണ എന്ന് പറയുന്നത് പിന്നെ ദുര്യോധനന്റെ പുത്രിയാണ്. ഈ ദുര്യോധനന്റെ പുത്രി ലക്ഷണയുടെ സ്വയംവരം നടക്കുകയായിരുന്നു ഹസ്തിനപുരത്തിൽ വെച്ച്. ആ സമയത്ത് ഭഗവാന് ജാമ്പവതിയിൽ ജനിച്ച പുത്രനായ സാമ്പൻ, ഭഗവാന്റെ പുത്രനാണ് സാമ്പവതിയിൽ ജനിച്ച ഈ സാമ്പൻ പിന്നെ ലക്ഷണയെ സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സ്വയംവര സദസ്സ് ചെന്നിട്ട് ലക്ഷണയെ പിന്നെ അപഹരിച്ചു കൊണ്ടുപോയി അത്രേ. അപ്പോ അപഹരിച്ചു കൊണ്ടുപോകുമ്പോ പിന്നെ ആർക്കായാലും ഇഷ്ടപ്പെടില്ല. അപ്പൊ കൗരവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കൗരവന്മാർ കോപിച്ച് ഈ സാമ്പന്റെ തേരിനെ പിന്തുടർന്ന് പിന്നെ എന്ത് ചെയ്തു, വളഞ്ഞു പിടിച്ച് ഈ സാമ്പനെ ബന്ധനത്തിലാക്കി. അപ്പോ സാമ്പനെ ബന്ധനത്തിലാക്കിയ വിവരം നാരദർക്ക് കിട്ടി. അപ്പൊ നാരദർ എന്ത് ചെയ്തു, നാരദർ അത് പോയി പിന്നെ ദ്വാരകയിൽ അറിയിച്ചു. അപ്പൊ ദ്വാരകയിൽ അറിയിച്ചപ്പോ അവര് അവിടെ രോഷാകുലരായി. അവിടുന്ന് യാദവ സൈന്യം ഇവരോട് യുദ്ധത്തിനായിക്കൊണ്ട് പിന്നെ പുറപ്പെട്ടു. അപ്പോ അത് നമ്മളുടെ ബലഭദ്രർ അറിഞ്ഞു. ബലഭദ്രർ അറിഞ്ഞപ്പോ ബലഭദ്രർ അവരെ സമാശ്വസിപ്പിച്ചു. നിങ്ങൾ ഇപ്പൊ യുദ്ധത്തിനൊന്നും പോവണ്ട, പിന്നെ എന്റെ ശിഷ്യനാണ് ദുര്യോധനൻ. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ദുര്യോധനൻ അത് അനുസരിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പിന്നെ ഇപ്പൊ ഹസ്തിനപുരത്തിലേക്ക് പോവാം, നിങ്ങളിപ്പോ അവിടത്തേക്ക് പോവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബലഭദ്രര് ഹസ്തിനപുരത്തിലേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു. ബലഭദ്രർ അവിടെ ചെന്ന് കാര്യങ്ങൾ പറയുന്നത് ഈ സാമ്പനെ ബന്ധനത്തിലാക്കിയത് മോചിപ്പിക്കാനാണല്ലോ പറയുക, അത് നമുക്കറിയാം. പക്ഷേ ഈ കൗരവര് ഈ ബലഭദ്രർ പറയുന്ന കാര്യം ഒന്നും തന്നെ വകവെച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ ഈ യാദവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തു അത്രേ. അപ്പോ യാദവരെ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോ ബലഭദ്രർക്ക് കോപം വന്നു. ബലഭദ്രർ എന്ത് ചെയ്തു, തന്റെ പിന്നെ കലപ്പ കൊണ്ട് ഹസ്തിനപുരത്തെ ഗംഗയിലേക്ക് മറിച്ചിടാൻ ശ്രമിച്ചു. അപ്പോ ഹസ്തിനപുരത്തെ മറിച്ചിടാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോഴേ കൗരവർക്ക് ഭയമായി. അപ്പൊ കൗരവരെന്ത് ചെയ്തു, ഉടനെ ബലഭദ്രരോട് പറഞ്ഞ് അങ്ങനെയൊന്നും നിങ്ങള് ചെയ്യണ്ട, ഞങ്ങള് ഉടനെ ഈ സാമ്പനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് സാമ്പനെ മാത്രമല്ല, സാമ്പനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ലക്ഷണയോടൊപ്പം പിന്നെ വിട്ടുകൊടുത്തു ബലഭദ്രർക്ക് എന്നാണ് ഈ ലക്ഷണ സ്വയംവര കഥ. പക്ഷെ ഇവിടെ ലാസ്റ്റിൽ നമ്മളോട് ഭട്ടതിരിപ്പാട് പറയുന്നത് എന്തുകൊണ്ടാണ് അന്ന് പിന്നെ
ഈ യാദവ സൈന്യത്തെ പിന്നെ ഹസ്തിനപുരത്തിലേക്ക് ഭഗവാൻ അയക്കാതിരുന്നത്. ഭഗവാന്റെ ഒരു പ്രേരണ കൊണ്ടാണ് പിന്നെ ബലഭദ്രർക്ക് നിങ്ങൾ ഇപ്പൊ പോണ്ട എന്ന് പറയാൻ പിന്നെ തോന്നിയത്. ഈ പ്രപഞ്ചത്തില് ഒരു കാര്യവും ഭഗവാൻ അറിയാതെ നടക്കില്ല. അപ്പൊ ഭഗവാന്റെ ഒരു ലീലയാണത്. എന്തിനാണ് അങ്ങനെ ഭഗവാൻ ചെയ്തത്? ഭഗവാൻ ഉദ്ദേശിച്ചത് പിന്നെ പാണ്ഡവരെ കൊണ്ട് കൗരവരെ കൊല്ലിക്കണം എന്നാണ്. പിന്നെ ഈ ഇവിടെ വെച്ചിട്ട് പിന്നെ നമ്മളെ ഈ ഇത് നടക്കുമ്പോ പിന്നെ കിട്ടുന്നില്ല, മഹാഭാരത യുദ്ധത്തിൽ പിന്നെ പാണ്ഡവരെ കൊണ്ട് കൗരവരെ കൊല്ലിക്കണം എന്നാണ് പിന്നെ ഭഗവാന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അന്ന് ഭഗവാൻ യാദവ സൈന്യത്തെ ഹസ്തിനപുരത്തിലേക്ക് അയക്കാതിരുന്നത്. അപ്പോ ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുന്നത് എന്താ പറഞ്ഞാൽ, ഭഗവാന്റെ ലീലകൾ ഒന്നും തന്നെ ആർക്കും മനസ്സിലാവില്ല. അന്ന് ആർക്കും അത് മനസ്സിലായിട്ടില്ല, ഇത് പിന്നീട് ഇങ്ങനെ ചെയ്യാൻ ഭഗവാൻ ഉദ്ദേശിച്ചു എന്നുള്ളത്. അപ്പൊ അതായത് ഈ പ്രപഞ്ചത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടി നമ്മളോട് പറയുന്നത്. പല കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളാണ് ആ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന്. നമ്മളെ മികച്ച കഴിവ് കൊണ്ടാണ് ഈ കാര്യം നടന്നത്, ആ കാര്യം നടന്നത് എന്ന് നമുക്ക് ഏവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പം പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ടെങ്കിലും പൊതുവേ നമുക്ക് തോന്നുന്നത് നമ്മളെ കഴിവ് കൊണ്ടാണ് ഓരോ കാര്യവും നടക്കുന്നതെന്നാണ്. എന്നാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം നാം നടക്കും എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു എന്ന് നമുക്ക് ഏവർക്കും ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും. അപ്പോ ഇവിടെ ഭട്ടതിരിപ്പാടി ഈ ദശകം അവസാനിപ്പിക്കുന്നത് പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഭഗവത് ലീലകളുടെ രഹസ്യം ആർക്കും മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യവും നടത്താൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഭഗവാനെ ഈ ഭഗവത് ലീലകൾ കൊണ്ട് പിന്നെ ഈ പ്രപഞ്ചത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഭഗവാനെ എൻ്റെ ഈ രോഗം പൂർണ്ണമായി ഭേദമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. ഹരിയോ. സമർപ്പണ ശ്ലോകാക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരിയോ. നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഭക്തിസാന്ദ്രമായ ഒരു നാരായണീയത്തിലെ 83-ാം ദശകമായ പൗണ്ഡ്രകവധവും വിവിധ വധവും എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞത്. ഇതിനായി ധ്യാന ശ്ലോകം ചൊല്ലിയത് ഹരിദാസ് അണ്ണൻ, ഗൈഡൻസ് ചെയ്തത് ചന്ദ്രിക അക്ക, ആവർത്തിച്ച് ചൊല്ലിയ വിമല അക്ക, രുക്മണി അക്ക, ദേവകി അക്ക. ഇതിന്റെ നമുക്ക് വളരെയധികം വിശദീകരിച്ചു തന്ന രത്നവല്ലി അക്ക, ഇതിന്റെ ബേക്കപ്പായി നിന്ന കൂടെ സിന്ധു ആനന്ദക്ക, എല്ലാവർക്കും എന്റെ പേരിലും SPYS NYC മലയാളം ഓൺലൈൻ്റെ പേരിലും ഹൃദയാംഗമായ നന്ദി രേഖപ്പെടുന്നു. അതുപോലെ എല്ലാ യോഗ ബന്ധുക്കൾക്കും എല്ലാ യോഗ ബന്ധുക്കൾക്കും നന്ദി രേഖപ്പെടുന്നു. കൂടാതെ ഇതിന് അഹോരാത്രം പ്രയത്നിക്കുന്ന ഇന്ദിരാക്ക, ഗോപണ്ണൻ, ജിൽജാക്ക, സുനയനാക്ക, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ ഈ പഠനയാത്രയിൽ എനിക്കൊരു അവസരം, സമിതിയിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് SPYS NYC സമിതിയോടും കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തത് നമുക്ക് ലോക കല്യാണ മന്ത്രമാണ്. അതിനെല്ലാവരും നേരെ ഇരിക്കുക, കൈകൾ കുപ്പി നേരെ ഇരിക്കുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.